വയനാട്ടിൽ 9 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിലവിൽ രോഗം സ്ഥിരീകരിച്ച എല്ലാവരുടെയും നില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ 514 പേരിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഷിഗല്ല ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. വിവരങ്ങളുമായി കാളിദാസൻ ദേവദത്തുമുണ്ട്. കാളിദാസൻ, ആശങ്കപ്പെടുത്തുന്ന നിലയിലാണ് നിലവിൽ ഈ കൂടുതൽ ആളുകളിലേക്ക് രോഗബാധ ഉണ്ടാവുന്നത്. നിലവിൽ രോഗം ബാധിച്ചവരെക്കാൾ ഏതാണ്ട് 10 ഇരട്ടി ആളുകൾക്ക് രോഗലക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഉള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? അതുതന്നെയാണ് അമൽ. വലിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ നിരവധി പേരിൽ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം കോളിയാടി മാർ ബസേലിയോസ് എ പി സ്കൂളിലെ കുട്ടികൾ കാണുന്നുള്ളത് മറ്റൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്നെയാണ് അധികൃതരും ആരോഗ്യ വകുപ്പും വേണ്ട നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കിണറിലെ ജലത്തിന്റെ പരിശോധനയിലും ഈ ഷിഗല്ല സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഷിഗല്ല സാന്നിധ്യം, ഷിഗല്ല എവിടെ നിന്നാണ് ഈ കുട്ടികൾക്കെല്ലാം ഈ 9 കുട്ടികൾ, ഇപ്പോൾ നിലവിൽ 9 കുട്ടികളാണ് വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച് ചികിത്സയിലുള്ളത്. അപ്പോൾ ഈ 9 കുട്ടികൾക്കും എവിടെ നിന്നാണ് ഈ ഷിഗല്ല വന്നത് എന്നുള്ള ഒരു സാഹചര്യം കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ തുടർന്നുള്ള നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലയിലെ നിരവധി കിണറുകൾ, അല്ലെങ്കിൽ 1000-ലധികം കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. 2227 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. അപ്പോൾ രോഗലക്ഷണങ്ങളുള്ള വീടുകളിൽ, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളുള്ള വ്യക്തികളുള്ള വീടുകളിലൊക്കെ സന്ദർശനം നടത്തി. അതിന് സാധ്യതയുള്ള സമ്പർക്ക പട്ടികയിലുള്ള ആൾക്കാരുടെ വീടുകളിലുമൊക്കെ തന്നെ സന്ദർശനം നടത്തി എന്നുള്ളതാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ്. ഇതുവരെ 514 പേരിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം 10 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 45 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.